പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഏത് തലത്തിൽപ്പെട്ട വ്യക്തിയായാലും ദൈവത്തിൻ്റെ പരിപാലനയിൽ പരിപൂർണമായിട്ടും ആശ്രയിക്കുക. ജീവിതത്തിലെ ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കണം എന്നാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞിരുന്നത്. ഇങ്ങനെ യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ ഉത്കണ്ഠാകുലരാകേണ്ട. എന്തെന്നാൽ ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമാണ്. എന്നിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ ആകാശത്തിലെ പറവകളേക്ക് നോക്കുവിൻ, ആകാശത്തിലെ പക്ഷികളിലേക്ക് നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെല്ലാം കുറവ് കൂടാതെ, പോരായ്മ കൂടാതെ സംരക്ഷിക്കുന്നു, തീറ്റിപ്പോറ്റുന്നു. ഈ പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. എങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ജീവൻ നൽകിയ ദൈവം, ആയുസ് നൽകുന്ന ദൈവം എത്രയോ അധികമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ദൈവം ശ്രദ്ധിക്കാതിരിക്കുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ ദൈവം നിന്റെ ഏത് കാര്യത്തിലും തക്ക സമയത്ത് വേണ്ട രീതിയിൽ നിന്റെ ഓരോ കാര്യങ്ങളിലും ദൈവം ശ്രദ്ധിക്കും. അതിനാൽ ഈ ശ്രദ്ധിക്കുന്ന, ഈ പരിപാലിക്കുന്ന കർത്താവിൽ പൂർണ്ണമായും നീ ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരുന്നത്. വീണ്ടും കർത്താവിൻ്റെ വചനം ചോദിക്കുകയാണ്, യേശു പറഞ്ഞു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ വയലിലെ ലില്ലികളിലേക്ക് നോക്കുവിൻ. ആ ലില്ലികളെ എത്ര മനോഹരമായിട്ടാണ് കർത്താവ് സംരക്ഷിക്കുന്നത്. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിച്ചൊരുക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയോ അധികമായിട്ട് അവിടുന്ന് പരിപാലിക്കും, സംരക്ഷിക്കും, അണിയിച്ചൊരുക്കും എന്നെല്ലാം കർത്താവിൻ്റെ വചനം പ്രകൃതിയിലെ ഉദാഹരണങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തു പറഞ്ഞു തരുന്ന ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ വചനത്തിൽ ആശ്രയിച്ച് കൂടുതൽ കൂടുതൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏത് മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിലായാലും, ഏത് തലങ്ങളിലുള്ള മനുഷ്യ വ്യക്തികളായാലും, അവരെല്ലാവരെയും ഈ ദൈവ പരിപാലനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവപരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിച്ച് ആനന്ദം അനുഭവിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. 1, ആകുലത. 2, ഉത്കണ്ഠ. 3, അസ്വസ്ഥത. 4, നിരാശ. 5, പരാതി. പ്രിയപ്പെട്ടവരെ, ഈ 5 കാര്യങ്ങളും ഒരു മനുഷ്യ വ്യക്തിയുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അവനൊരിക്കലും സ്വസ്ഥതയോ സമാധാനമോ സന്തോഷമോ അനുഭവിക്കാൻ പറ്റുകയില്ല. ഒരു മനുഷ്യ വ്യക്തിയും ജീവിതത്തിൽ ഒരു നിമിഷം പോലും അസ്വസ്ഥപ്പെട്ട്, ആകുലപ്പെട്ട്, ഉത്കണ്ഠപ്പെട്ട്, നിരാശപ്പെട്ട്, പരാതി പറഞ്ഞ് കഴിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ടാകാം, ശരീരത്തിൽ പലവിധത്തിലുള്ള രോഗങ്ങളുണ്ടാകാം, കുടുംബത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം, ജോലി മേഖലയിൽ പലവിധത്തിലുള്ള നഷ്ടങ്ങളും പരാജയങ്ങളും ഉയർച്ചകളും വ്യത്യസ്തമായ രീതിയിലുണ്ടാകാം. പക്ഷേ ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടായാലും ഈ കാര്യങ്ങളിൽ ഒന്നിലും
ഒരു നിമിഷം പോലും മനുഷ്യൻ ആകുലപ്പെടരുത്, ഉത്കണ്ഠപ്പെടരുത്. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇപ്പം മനുഷ്യൻ ഏത് തലത്തിലുള്ളതായാലും പറയുന്ന ഒരു കാര്യമാണ് ടെൻഷൻ. ഈ ആകുലത, ഉത്കണ്ഠ, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ടെൻഷൻ. ടെൻഷൻ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ഏത് തലത്തിൽ ഉള്ള വ്യക്തിയായാലും അവരുടെ എല്ലാം ഉള്ളിലൊരു പരാതിയാണ്, ടെൻഷനാണ്. കർത്താവ് മനുഷ്യനൊരിക്കലും ഈ ടെൻഷൻ ഉണ്ടാകരുത്, അല്ലെങ്കിൽ ആകുലതയും ഉത്കണ്ഠയും ഉണ്ടാകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്നത് 1 പത്രോസ് 5-ാം അധ്യായം 7-ാം തിരുവചനം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം, നിങ്ങളുടെ ആകുലതകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുവിൻ. ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് ഈ ടെൻഷൻ? ഈ ടെൻഷൻ അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. കുറ്റപ്പെടുത്തലുണ്ടാകാം, ഒറ്റപ്പെടുത്തലുണ്ടാകാം, കളിയാക്കലുണ്ടാകാം, പലവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. വിചാരിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെ ജോലി മേഖലയിലും കുടുംബത്തിന്റെ മേഖലയിലും വ്യക്തിബന്ധങ്ങളിലൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഈ ഉണ്ടാകുന്നതിലേക്ക് നോക്കി മനുഷ്യൻ അസ്വസ്ഥപ്പെട്ട് ടെൻഷൻ പിടിച്ചിരിക്കാനല്ല കർത്താവ് പറയുന്നത്. കർത്താവിന്റെ വചനം പറയുന്നു, നീ അതിനെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് നീ സമർപ്പിച്ചിട്ട് നീ കർത്താവിന്റെ കരത്തിന് കീഴിൽ. ആ കരത്തിന്റെ പ്രത്യേകത എന്താ? ആ കരത്തിന്റെ പ്രത്യേകത അത് ബലം നൽകുന്ന കരമാണ്, സൗഖ്യം നൽകുന്ന കരമാണ്, വിജയം നൽകുന്ന കരമാണ്, ഉയർച്ച നൽകുന്ന കരമാണ്. ഈ കരത്തിന് കീഴിൽ നീ വിശ്വാസത്തോടെ, നീ താഴ്മയോടെ, നീ പ്രത്യാശയോടെ ആയിരുന്നു തക്ക സമയത്ത് നിന്റെ രോഗത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് നീ ആ രോഗത്തെ ഓർത്ത് ഉത്കണ്ഠപ്പെടാതെ, ആകുലപ്പെടാതെ നീ ഇരുന്നാൽ തക്ക സമയത്ത് കർത്താവ് ആ രോഗത്തെ സുഖപ്പെടുത്തിക്കോളും. തക്ക സമയത്ത് ആ രോഗത്തിൽ കർത്താവ് അനുഗ്രഹം തരും. തക്ക സമയത്ത് ആ പ്രശ്നത്തിൽ കർത്താവ് വിജയം തരും. തക്ക സമയത്ത് കർത്താവ് ആ കാര്യത്തിൽ ഇടപെടും. അപ്പോൾ അതുകൊണ്ട് നീ അതിലേക്ക് നോക്കി മനസ്സ് മടുത്ത് ആകുലപ്പെട്ട് അസ്വസ്ഥനാകണ്ട. അതിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നീ സമർപ്പിക്കുക. നിങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് ആ കരത്തിന് കീഴിൽ നിങ്ങൾ വിശ്വാസത്തോടും താഴ്മയോടും ആഗ്രഹത്തോടും ആയിരുന്നു, ദൈവം അതിനെല്ലാം നന്മയാക്കി മാറ്റിക്കൊള്ളും. ഇതാ കർത്താവ് അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ്, ദൈവത്തിന്റെ വചനത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. എന്നാണ്? നിങ്ങളുടെ അസ്വസ്ഥതകളെല്ലാം ഏറ്റെടുക്കുന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവം. അതിനാൽ നീ നിന്റെ ജീവിതത്തിലെ ഏത് കാര്യത്തെക്കുറിച്ചായാലും നീ അസ്വസ്ഥപ്പെടേണ്ട, അതിനെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എന്നിട്ട് നീ ആ ദൈവത്തിന്റെ പരിപാലനയിൽ, നീ ആ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അതിനാൽ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഏത് വ്യത്യസ്തമായ കാര്യങ്ങളെയും ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും ഞാൻ ആശ്രയിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നും എപ്പോഴും എനിക്ക് സമാധാനം ഉണ്ടാവും. ഓർക്കുക, എന്നെ ആകുലപ്പെടുത്താൻ സാധിക്കുകയില്ല, അസ്വസ്ഥപ്പെടുത്താൻ സാധിക്കുകയില്ല, ഉത്കണ്ഠപ്പെടുത്താൻ സാധിക്കുകയില്ല, നിരാശപ്പെടുത്താൻ സാധിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ പലവിധത്തിലുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ അവയിലൊന്നിലും എന്നെ പരാതി പറഞ്ഞ് നിരാശപ്പെട്ട് ജീവിതം അടുത്ത് മുമ്പോട്ട് പോകാൻ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. ഈ കാര്യങ്ങളൊന്നും ദൈവം മനുഷ്യനിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഓർക്കുക, ആകുലത, ഉത്കണ്ഠ, അസ്വസ്ഥത, നിരാശ, പരാതി, ഇതൊന്നും ദൈവം മനുഷ്യനിൽ അനുവദിക്കുന്നതല്ല. നിന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് പലവിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ട് എന്ന് നീ പറയുന്നുവെങ്കിൽ ആ പറയുന്ന കാരണങ്ങളൊന്നും ദൈവം അനുവദിക്കുന്നതല്ല. മറിച്ച് അതെല്ലാം നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ദൈവത്തിലേക്ക് നോക്കി പരിപൂർണമായും ആ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച്
ജീവിക്കാനുള്ളവനാണ് നീ. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് സമാധാനവും സന്തോഷവും തോന്നുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി ഞാൻ പറഞ്ഞ ഈ 5 കാര്യങ്ങളുമായി ആകുലത, ഉത്കണ്ഠ, അസ്വസ്ഥത, നിരാശ, പരാതി വന്നിരിക്കുകയാണ് എൻ്റെ അടുക്കലേക്ക്. പറഞ്ഞത്, അച്ഛാ ജീവിതം മടുത്തു. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ഇതിനേക്കാൾ ഭേദം ആത്മഹത്യ ചെയ്യുന്നതല്ലേ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ എൻ്റെ 2 മക്കളെ ഓർത്ത് ഞാനത് ചെയ്യാതിരിക്കുന്ന. ഞാൻ ആ സഹോദരിയെ എൻ്റെ മുറിയിലെ കസേരയിരുത്തി ഈ സഹോദരിയെ കേൾക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ സഹോദരി ചോദിച്ചു, നിന്റെ ആകുലതയ്ക്ക്, ഉത്കണ്ഠയ്ക്ക്, നിരാശയ്ക്ക്, പരാതിക്ക് എന്താ കാരണം? അപ്പോൾ അവൾ പറയുക, എൻ്റെ അച്ഛ, ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ എൻ്റെ ഭർത്താവ് മാത്രമാണ്. എന്താ നിൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നം? അവൾ പറഞ്ഞു, വിവാഹം കഴിച്ച് ഏതാണ്ട് 1-2 ആഴ്ച സമാധാനത്തോടെ കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഭർത്താവ് കടുത്തൊരു മദ്യപാനിയാണ്. നല്ല ജോലിക്കാരനൊക്കെയാണ്, നന്നായിട്ട് ഓരോ ദിവസം പണിയെടുത്ത് കൂലിയൊക്കെ കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ മദ്യപിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സമാധാനം തരികയില്ല, സ്വസ്ഥത തരികയില്ല. ഒരു കാരണമില്ലാതെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി എപ്പോഴും വഴക്കാം. 2 ആമക്കളാണ് ഉള്ളത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. പക്ഷേ ഭർത്താവിൻ്റെ ഈ ദുശീല സ്വഭാവം മൂലം ആ പിള്ളേരും ഈ ഭർത്താവ് പറയുന്ന ചീത്ത കേട്ട് അവരും ഇടയ്ക്ക് പറയും, ഒന്നും പഠിക്കുകയില്ല, പറഞ്ഞാൽ കേൾക്കുകയില്ല. ആ സഹോദരനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇവള് നീറുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഈ നീറുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ആശ്വാസവും സമാധാനവും സന്തോഷവും കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യം ഇവർക്ക് ഇതുവരെ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ വലിയ ഭാരവും പേറിക്കൊണ്ട് ദൈവം സന്തോഷപ്രദമാക്കി ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ആയുസ്സിനെ നിരാശപ്പെട്ട് പാഴാക്കി കളയുന്നത് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഇവൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണല്ലോ. ഇവളോട് എന്ത് പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകുന്ന കാര്യം അങ്ങനെ ഞാൻ ചിന്തിപ്പോൾ ഞാൻ വെറുതെ അവളോട് ചോദിച്ചു, നീ എന്താ ജോലി ചെയ്യുന്നത്? അപ്പം അവൾ പറഞ്ഞു, അച്ഛാ, ഭർത്താവ് പണിയടിച്ച് നല്ല കാശ് കൊണ്ടിരുന്നെങ്കിലും കുടുംബത്തിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അയാൾ തരികയില്ല, അത് മുഴുവൻ മദ്യപിക്കാൻ വേണ്ടി ഉപയോഗിക്കുള്ളൂ. ഞാൻ അങ്ങനെ കുടുംബത്തിലെ കാര്യം നോക്കാനായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഒരു പശുവിനെ മേടിച്ച് വളർത്തുക, അതിൻ്റെ പാല് കൊണ്ട് കുടുംബം പോറ്റാമല്ലോ എന്ന് കരുതി ഞാൻ ആദ്യം ഒരു പശുവിനെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നെ 2 ആയി 3 ആയി. ഇപ്പം എന്നിട്ട് പറഞ്ഞു, ഇപ്പം എനിക്ക് 5-6 പശുക്കളുണ്ട്. ഈ പശുവിനെ കറന്ന് ഇതിൻ്റെ പാല് വിറ്റിട്ടാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങളും സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, ഇവൾക്ക് ഇവിടെ ജോലിയുടെ ഭാഗമായി പശുക്കളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അപ്പം ഇത് തന്നെ എടുക്കാം, നാലാണല്ലോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇവളോട് ചോദിച്ചു, നിന്റെ കറക്കുന്ന പശുക്കളിൽ ഏതെങ്കിലും ഒരെണ്ണം ബഹുളി പിടിച്ച്, ഞാൻ ചോദിച്ചു ബഹുളി പിടിക്കാന്ന് പറഞ്ഞാൽ അറിയാം, ബഹുളി പിടിച്ച് അത് ഓടുവാണെങ്കിൽ നീ ആ ബഹുളി പിടിച്ച പശുവിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കയറെ പിടിച്ചുകോ. അപ്പോൾ ആ സഹോദരി എന്നോട് പറയുക, എൻ്റെ അച്ഛ, ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടായി. എൻ്റെ പശുക്കളിൽ ഒരെണ്ണം ബഹുളി പിടിച്ച് ഓടുക, ഞാൻ ആ ഓടുന്ന പശുവിൻ്റെ കയറങ്ങ് വിട്ടാൽ മതിയായിരുന്നു. എന്നാൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, ബഹുളി പിടിച്ച പശുവിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ മുറുക്ക എൻ്റെ സകല ശക്തി ഉപയോഗിച്ച് പിടിച്ചിരുത്താൻ നോക്കി. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയോ, എന്നെയും വലിച്ചുകൊണ്ട് പശു പോയി. ഞാൻ കയർ വിട്ടില്ല, കയറങ്ങ് വിട്ടാൽ മതിയായിരുന്നു. എന്നിട്ട് ആ സഹോദരി എനിക്ക് കാണിച്ചു തരിക, അന്ന് ആ ബഹുളി പിടിച്ച പശുവിനെ പിടിച്ചു നിർത്താമെന്ന് കരുതി ഞാൻ പിടിച്ചതിന് ഫലമായിട്ട് എന്ത് ചെയ്യുന്നറിയാവോ, എന്നെ വലിച്ചോണ്ട് പോയി. എൻ്റെ ഈ കൈയുടെ മുട്ടയിൽ നിന്ന് അവളുടെ ശരീര ഭാഗത്തെ പാടുകൾ കാണിച്ചു. അന്ന് ബഹുളി പിടിച്ച പശുവിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. അവൾ പറയാ, അതങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ഞാനും ആ സഹോദരൻ പറഞ്ഞു, നിനക്ക് ബഹുളി പിടിച്ച പശുവിനെ നീ എന്തോരം ശ്രമിച്ചാലും നിനക്ക് പിടിച്ചു നിർത്താൻ പറ്റിയല്ല, അത് നിന്നെ വലിച്ചോണ്ട് പോകും, നിന്നെ അപകടത്തിലാക്കുന്നു.
മനസ്സിലായച്ച? ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് മദ്യപിച്ച് വരുന്ന ഭർത്താവ്, മദ്യപാന സ്വഭാവമുള്ള ഭർത്താവ് ഏതാണ്ട് ഈ ബഹളി പിടിച്ച പശുവിനെ പോലെയാണ്. നീ ഒരിക്കലും അയാളെ പിടിച്ചു നിർത്താമെന്നോ ഉപദേശിച്ച് നന്നാക്കാമെന്നോ വിചാരിക്കരുത്. നീ അയാളിലുള്ള പിടി അങ്ങോട്ട് വിടണം. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, അപ്പൊ അദ്ദേഹത്തെ ഉപേക്ഷിക്കണം എന്നാണ് അച്ഛൻ പറയുന്നത്? ഞാൻ പറഞ്ഞു ഉപേക്ഷിക്കണം എന്നല്ല. നിനക്ക് ഈ മദ്യപാന സ്വഭാവമുള്ള ഭർത്താവിനെ കർത്താവല്ലേ തന്നത്? കർത്താവ തന്നെങ്കിൽ ഈ മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന, ദുശീല സ്വഭാവങ്ങളുമായിട്ട് വന്ന് വഴക്കൂടുന്ന ആ അവസ്ഥയിൽ അസ്വസ്ഥപ്പെട്ട്, ഉത്കണ്ഠപ്പെട്ട്, നിരാശപ്പെട്ട്, പരാതി പറഞ്ഞ് ജീവിക്കാനല്ല ദൈവം ഇതുപോലത്തെ ഒരു ജീവിത പങ്കാളിയെ തന്നിരിക്കുന്നത്. നീ എന്ത് ചെയ്യണമെന്നറിയോ? ഈ മദ്യപാന സ്വഭാവമുള്ള ഭർത്താവിനോട് നീ എന്തോരം ഉപദേശിക്കാൻ നോക്കിയാലും ശരിയായല്ല. അതിനാൽ അയാളിലുള്ള പിടി അങ്ങോട്ട് വിട്ടിട്ട് ഈ ഭർത്താവിനെ നിനക്ക് തന്ന കർത്താവിനെ മുറുകെ പിടിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചോദിച്ചു, നിന്റെ വീട് പള്ളിയുടെ അടുത്തല്ലാണോ? അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ അച്ഛ, എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആ സഹോദരൻ പറഞ്ഞു, ഞാൻ ഈ പശുക്കറയും ആ പണിയെല്ലാം ഏതാണ്ട് വെളുപ്പിന് എഴുന്നേറ്റിട്ട് 6 മണിയാകുമ്പോഴേക്ക് തീർക്കും. 6:15 ഇടവക ദേവാലയത്തിലെ കുർബാന. എല്ലാ ദിവസവും ഞാൻ പാലും കൊടുത്ത് വിട്ടതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ 6:15 കുർബാനയ്ക്ക് ഞാൻ പള്ളിയിൽ പോകും. അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് നല്ല വിശ്വാസവും കർത്താവുമായിട്ടൊരു ബന്ധത്തിനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പം ആ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുരക്തം ഉൾക്കൊള്ളുന്ന കാസ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ഉയർത്തിയ കാസയിലെ തിരുരക്തത്തിലേക്ക് കർത്താവ് നിനക്ക് തന്ന ഭർത്താവിനെയും ഈ ഭർത്താവിൻ്റെ ദുശീല സ്വഭാവത്തെയും ഈ ദുശീല സ്വഭാവം മൂലം നിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങ് എനിക്ക് തന്ന എൻ്റെ ഭർത്താവിനെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാനും അംഗീകരിക്കാനുമുള്ള ശക്തി എനിക്ക് തരണേ. എൻ്റെ ജീവിത പങ്കാളി എന്നെ ഏതെല്ലാം വിധത്തിൽ കുറ്റപ്പെടുത്തിയാലും അവിടെ ഒന്നും വിഷമം തോന്നാതെ നീ ആഗ്രഹിക്കുന്നത് പോലെ പ്രതികരിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും നീ ഇതുപോലെ വിശുദ്ധ കുർബാനയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് നീ ഒരു 2 മാസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ഒന്നും കൂടെ വാ. ഞാൻ അവളെ പ്രാർത്ഥിച്ചു വിട്ടു. അവൾ പിറ്റേ ദിവസം മുതൽ എന്ത് ചെയ്യുന്നറിയാവോ? ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുരക്തം ഉൾക്കൊള്ളുന്ന കാസയിലേക്ക് തൻ്റെ മദ്യപാന സ്വഭാവമുള്ള കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന മക്കളെ അംഗീകരിക്കാത്ത ഈ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവളിൽ വന്നതായി ഈ മാറ്റം. എന്ന് പറഞ്ഞാൽ നേരത്തെ ഏതെല്ലാം വിധത്തിൽ ഭർത്താവ് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഭാര്യ പ്രതികരിക്കുവോ? അങ്ങനെയൊന്നും പ്രതികരിക്കുന്നില്ല. ഭർത്താവ് ഏതെല്ലാം വിധത്തിൽ കുറ്റപ്പെടുത്തിയാലും വഴക്കുണ്ടാക്കിയാലും അവിടെയെല്ലാം വളരെ സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി കാണാനും സ്വീകരിക്കാനുള്ള വലിയ ശക്തി ആ ഭാര്യയിൽ നിറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് സംഭവിച്ചെന്നറിയോ? ഞാൻ അവളോട് പറഞ്ഞത് 2 മാസം കഴിയുമ്പോൾ വരാനാ. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ഓണ അവധിക്ക് ഈ ഭാര്യയും ഭർത്താവും 2 മക്കളും കൂടെ ഡിവൈനിൽ ധ്യാനിക്കാൻ വന്നിരിക്കുക. അപ്പം ഞാൻ ആ ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇവരിങ്ങോട്ട് ഓടി വന്നു. ആ സ്ത്രീ എന്നോട് ചോദിച്ചു, എന്നെ അറിയോ? ഞാൻ ഒന്നും മുഖത്ത് നോക്കി. അപ്പം പണ്ട് ആ ബഹളി പിടിച്ച പശുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, അച്ഛാ അത് തന്നെ ഞാൻ, ഇതെൻ്റെ ഭർത്താവാണ്. ഞാൻ ഭർത്താവിലേക്ക് നോക്കി. വളരെ ശാന്തനായിട്ടുള്ള മനുഷ്യൻ. ഞാനവരോട് സംസാരിച്ചു. എന്താണെന്നറിയാവോ? അന്ന് എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞ ശേഷം പിന്നീടുള്ള ഓരോ ദിവസവും ഈ ഭർത്താവിനെ ഭാര്യ ഈശോയുടെ തിരുരക്തത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഭാര്യയുടെ സ്വഭാവത്തിലെ മാറ്റം, ഭാര്യയുടെ സ്വഭാവത്തിലെ ശാന്തത, ഭാര്യയുടെ സ്വഭാവത്തിലെ പ്രത്യേകമായ സ്നേഹം, പ്രത്യേകമായ പരിഗണന, പ്രത്യേകമായ ശ്രദ്ധ, ഇതെല്ലാം ഭർത്താവിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാക്കി. ഭർത്താവ് ഉള്ളിൽ ചിന്തിച്ചു, എൻ്റെ ഈ മദ്യപാന സ്വഭാവമാണ് ഇതിന് മുഴുവൻ കാരണം. അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, നമുക്ക് അടുത്ത ഓണാവധിക്ക് എല്ലാവരും കൂടി ഒരു ധ്യാനത്തിൽ പോവാം. എന്നിട്ട് എന്താ അറിയോ? സന്തോഷത്തോടെ ആ ഭാര്യയും ഭർത്താവും കൂടെ പറയുക, ഞങ്ങൾ അങ്ങനെ കുടുംബസമേതം ഈ ആഴ്ചയിൽ ധ്യാനത്തിന് വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ ധ്യാനത്തിൽ ആ ഭർത്താവും ഭാര്യയും കുടുംബവും മക്കളും എല്ലാം സംബന്ധിച്ചു.
ആ ധ്യാനത്തിൽ വെച്ച് ആ ഭർത്താവ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മദ്യപാന സ്വഭാവം പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചു. ആ മക്കൾ നല്ല രീതിയിൽ പഠിക്കാനുള്ള കൃപ കിട്ടി. പിന്നീടുള്ള ഓരോ ക്ലാസ്സിലും ആ മക്കൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 2 പേരും +2 കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറഞ്ഞ ഒരു കുടുംബമായി ആ കുടുംബത്തെ കർത്താവ് പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇതുപോലെ അനേകം വ്യക്തികളെയും കുടുംബങ്ങളെയും ഓരോ ആഴ്ചയിലും 7 ഭാഷകളിൽ ഡിവൈൻ ധ്യാനത്തിൽ നടക്കുന്ന ആ ധ്യാനത്തിലൂടെ ലോകത്തിലേക്ക് ദൈവം പറഞ്ഞയക്കുകയാണ്. എന്താ ഇതിലൂടെ എല്ലാം പറഞ്ഞിരുന്ന കാര്യം? ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, തകർച്ചകളുണ്ടാകും, നഷ്ടപ്പെടുത്തലുണ്ടാകും. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കുകയില്ല മറ്റുള്ളവർ നമ്മോട് പെരുമാറുന്നത്. അതുപോലെ തന്നെ എത്ര ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പറഞ്ഞിട്ടും ഉപേക്ഷിക്കാത്ത ദുശീല സ്വഭാവമുള്ള ഭർത്താക്കന്മാരുണ്ടാകും, മക്കളുണ്ടാകും, സഹോദരങ്ങളുണ്ടാകും. പക്ഷേ ഈ കാരണങ്ങളൊന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ ആകുലപ്പെടാനല്ല, നീ അസ്വസ്ഥപ്പെടാനല്ല, നീ ഉത്കണ്ഠപ്പെടാനല്ല, നീ നിരാശപ്പെടാനല്ല, നീ പരാതി പറയാനല്ല. എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യം? ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതാണല്ലോ എന്ന് ചിന്തിച്ച് ഒരു ദിവസം പോലും ദുഃഖത്തിൽ കഴിയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇതെല്ലാം ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ഈ അനുവദിക്കുന്ന ഓരോന്നിലൂടെയും മനുഷ്യൻ കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് ആശ്രയിക്കണം, കൂടുതൽ കൂടുതൽ കർത്താവിൻ്റെ കരം പിടിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനയും മനുഷ്യൻ കൂടുതൽ കൂടുതൽ ആശ്രയിച്ചാൽ ദൈവം അനുവദിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവം വലിയ ഉയർച്ചയും അനുഗ്രഹവും തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞിരുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ കർത്താവിൽ തന്നെയാണ്. അവൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ്. എന്താണ് ഈ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊഴ്ന്നു നിൽക്കുന്നതിനാൽ അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊഴ്ന്നു നിൽക്കുന്നതിനാൽ അതിന് വേനൽക്കാലത്ത് ആകുലതയില്ല, വരൾച്ചയുടെ നാളുകളിൽ ഉത്കണ്ഠയില്ല. പ്രിയപ്പെട്ടവരെ, വചനം അടിവരയിട്ട് ഉറപ്പു തരികയാണ്, അതെന്നും ഫലം ചൂടിക്കൊണ്ടേയിരിക്കും. ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം, അതിൻ്റെ ഇലകളെന്നും പച്ചയും അതെപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കും. എന്താ ഇതിലൂടെ എനിക്കും നിനക്കും പറഞ്ഞിരുന്നത്? കർത്താവിൽ ആശ്രയിച്ച് ജീവിതത്തെ മുമ്പോട്ട് പോകുമ്പോൾ രോഗത്തിൽ, തകർച്ചയിൽ, നഷ്ടത്തിൽ, പരാജയത്തിൽ, അപമാനത്തിൽ, നിന്ദനത്തിൽ, കഷ്ടതയിൽ, സഹനത്തിൽ, ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അവസ്ഥകളും അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിലേക്കൊന്നും നോക്കി മനസ്സ് മടുക്കാതെ കൂടുതൽ കൂടുതൽ കർത്താവിൽ ആശ്രയിച്ചിട്ട് മുന്നേറാൻ പരിശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവം നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഉയർച്ചയുടെയും ഫലം പുറപ്പെടുവിക്കാൻ തക്ക വിധത്തിൽ നീ കാണുന്ന ഈ രോഗങ്ങളെയും വേദനകളെയും സഹനങ്ങളെയും എല്ലാം കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കും എന്ന ബോധ്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശരായത്? കർത്താവിന്റെ ഭക്തരിൽ ആരെയാണ് പരിത്യക്തരാക്കിയിട്ടുള്ളത്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരെയാണ് അവിടുന്ന് അവഗണിച്ചിട്ടുള്ളത്? അപ്പോൾ ഞാൻ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും കൂടുതൽ കൂടുതൽ മടുപ്പ് കൂടാതെ ഭക്താശരാകാതെ കർത്താവിൽ ആശ്രയിച്ച് വിളിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്നെ ജീവിതത്തിലെ ഏത് കാര്യത്തിലും ദൈവം അതിനെ സന്തോഷമാക്കിയും അനുഗ്രഹമാക്കിയും മാറ്റും. ഇതാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. കർത്താവ് അവിടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുള്ള കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. ഓർക്കുക ദൈവത്തിൻ്റെ വചനം. എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ ഉത്കണ്ഠാകുലരാകേണ്ട. നിനക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. അതിനാൽ ഈ അറിയാവുന്ന ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച്
മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. ദൈവമേ, ഈ ആശ്രയബോധം, ഈ സംരക്ഷണം നൽകുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഉൾവിളി, ബോധ്യം എനിക്ക് തരണേ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നിന്റെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം അനുവദിച്ചാലും ഈ അനുവദിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. നീയോ നിന്റെ മാതാപിതാക്കന്മാരോ കുടുംബാംഗങ്ങളോ പൂർവികരോ ചെയ്ത ഏതെങ്കിലും തെറ്റിൻ്റെ ശിക്ഷയായിട്ടോ പാപത്തിൻ്റെ ശിക്ഷയായിട്ടോ അല്ല നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളൊന്നും. ഈ അനുവദിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ദൈവത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. കർത്താവേ, ഓരോ നിമിഷവും ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലും പൂർണ്ണമായും അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് വിജയം ലഭിക്കാനുള്ള കൃപ എനിക്ക് നീ തരണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divine.tv@gmail.com. Website www.drcm.org.